എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നത് നയാഗ്ര ഫോൾസ്. എങ്ങോട്ടായി പോകുന്നത്? രക്ഷയിലാണോ? ഇത് ഗംഭീര പരിപാടിയാണ്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് നയാഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ്. നയാഗ്ര ഫോൾസ് 24 മണിക്കൂറും നമുക്ക് പോയി കാണാൻ സാധിക്കുന്ന ഒരു വെള്ളച്ചാട്ടമാണ് നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത്. ആ ഒരു നയാഗ്ര ഫോൾസിൽ രാത്രി ദൃശ്യം കാണാൻ വേണ്ടിയാണ് ഞങ്ങളിപ്പോൾ പോകുന്നത്. അവിടെ രാത്രി 10 മണിക്ക് നയാഗ്ര ഫോൾസിൽ എന്തോ വെടിക്കെട്ടും പരിപാടി കേട്ടെന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടുത്തെ നയാഗ്ര ഫോൾസിൻ്റെ നൈറ്റ് ലൈഫിൽ നിന്നും നമ്മുടെ വീഡിയോ ആരംഭിക്കാം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ യാത്ര ചെയ്യുന്നത് മിസ്റ്റർ ഷിനോദ് സവാരി ആൻഡ് മിസ്റ്റർ റബി. ഞങ്ങളെല്ലാവരും കോഴഞ്ചേരിക്കാരാണ് ഗൈസ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെയാണ് അവിടെ നയാഗ്ര ഫോൾസിലേക്ക് പോകുന്നത്. ഞങ്ങളിങ്ങനെ നടന്നു പോകുന്ന വഴിക്ക് ആങ്കർ ബാർ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ മൊത്തം പബ്ബുകളും ബാറുകളുമാണ്. ഇതെല്ലാം ഞങ്ങളെ ഭയങ്കരമായിട്ട് കടാതെ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ അതൊക്കെ അങ്ങോട്ട് പോകണോ നയാഗ്ര ഫോൾസ് കാണണോ എന്നൊക്കെയുള്ള കൺഫ്യൂഷനിലാണ് മൊത്തത്തിൽ. ഇവിടെ എല്ലാ കസിനോകളും പബ്ബുകളും ബാറുകളും ഒക്കെയാണ്. ഇത് ആ കാണുന്ന പാട്ട് കേൾക്കുന്ന സ്ഥലം കണ്ടോ? അതെന്തോ ക്ലബ്ബോ പരിപാടി എന്തോ ആണ്. ഈ കാണുന്ന ബസ്സുകളും പരിപാടികളൊക്കെ പോകുന്നു. 100% ടൂറിസ്റ്റുകൾ വരുന്ന ഒരു അടിപൊളി സ്ഥലമാണ് ഈ കാണുന്നത്. രാത്രി പാതിരാത്രിക്ക് നമുക്ക് ഇവിടെ ടൂറിസ്റ്റുകൾ തലങ്ങും മലങ്ങും നടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് അമ്മച്ചി എന്താ ചെയ്യുന്നത് ഇവിടെ പരിപാടി? ഇവിടെ ഒരു ചെയറുണ്ട്. ആ ചെയറിൻ്റെ മുകളിൽ കയറി നിന്ന് ഫോട്ടോ എടുക്കുന്ന പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മളിങ്ങനെ ഈ ഒരു സ്ഥലത്ത് വരുമ്പോഴത്തേക്കിനും നയാഗ്ര ഫോൾസ് USA എന്നും പറഞ്ഞുകൊണ്ട് ഒരു ഒഫീഷ്യൽ വിസിറ്റർ സെൻ്റർ കാണാൻ സാധിക്കും. കാരണം ഈ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് ഈ കാനഡയുടെയും USAയുടെയും ബോർഡറിലുള്ള നയാഗ്ര എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു നയാഗ്ര ഫോൾസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു നയാഗ്ര നദിയുടെ അപ്പുറവും ഇപ്പുറവും എന്ന് പറയുന്നത് കാനഡയും അമേരിക്കയുമാണ്. രാത്രി പാതിരാത്രിക്കും നമുക്ക് സുവനീർ ഷോപ്പുകളും ബാക്കി സൗത്ത് ഇന്ത്യൻ ഫുഡാ എന്തോന്നാണ് ഇത്? ദോശ ഹട്ടാ. നയാഗ്ര ഫോൾസ് ദോശ ഹട്ട്, സൗത്ത് ഇന്ത്യൻ നോർത്ത് ഇന്ത്യൻ ഫുഡ് എന്ന്. ഞാനിത് അമേരിക്ക തന്നെയാണോ ബ്രോ? എനിക്കൊരു സംശയമുണ്ട്. ഈസ് ദിസ് അമേരിക്ക? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ഓ മൈ ഗോഡ്. നയാഗ്രയില് ഇവിടെ എനിക്ക് തോന്നുന്നു ഇത് മാത്രമല്ല ഇഷ്ടം പോലെ സമയം. Yeah bro, how are you? Oh, that's nice. Yeah, see you. Bye. Bro, ദേ ദോശ, ഇഡ്ഡലി, മെതുവട, കാട്ടി റോള്, ചോള ഭട്ടൂര് അല്ല ഇതെന്താ സംഭവം? വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? ആന്ധ്ര, തമിഴ് ഇഷ്ടംപോലെ ഇവിടെ ദോശ, തമിഴ് അവർ ആൾക്കാരില്ല. ഇത് അമേരിക്ക അല്ലേ? എനിക്കൊരു സംശയമുണ്ട്. അത് ഇവിടെ വരുന്ന മൊത്തം ഇത് തന്നെയാണോ? അന്നപൂർണ്ണ ഇന്ത്യൻ കിച്ചൺ എന്നും പറഞ്ഞുകൊണ്ട് സംഭവങ്ങളൊക്കെ കാണാൻ സാധിക്കും. ഇത് എന്താ ഇത്? ഇഡ്ഡലി സാമ്പാർ, മെതുവട സാമ്പാർ, സമോസ, ഇത് എന്താ ഇത്? വാട്ട് ഈസ് ഇറ്റ്? ഈസ് ദിസ് നയാഗ്ര ഫോൾസ്? ഇവിടെ മൊത്തം അന്നപൂർണ്ണ ഇന്ത്യൻ കിച്ചൺ ആണ്. ബ്രോ സാരിയൊക്കെ എടുത്ത ആൾക്കാർ. ഷിനോദ് സവാരി, താങ്കൾ എന്നെ കൊണ്ടുവന്നത് ഇത് ഗഫൂർക്ക ദോസ്ത് പറഞ്ഞ് പറ്റിച്ചൊന്നും അല്ലല്ലോ? അല്ല, ഇത് അമേരിക്കയും കാനഡയും ഒട്ടാകെ ഇന്ത്യക്കാർ പിടിച്ചടക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. എന്റെ ടൂറിസ്റ്റുകളല്ല, അത് ടൂറിസ്റ്റുകളല്ലേ? ടൂറിസ്റ്റുകൾ ഇവിടെ താമസിക്കുന്നവരും ഇന്ത്യക്കാർ മൊത്തത്തില് കയറി പിടിച്ച കൂടുതൽ ആന്ധ്രക്കാരും ഹിന്ദിക്കാരും ഏറ്റവും കൂടുതൽ ഇവിടെ വരാറുണ്ട്. ഇവിടെ അവര് മാത്രമേ വരുന്നുള്ളൂ എനിക്ക് തോന്നുന്നത്. കാരണം ഞാനിവിടെ വന്നിട്ട് വേറൊന്നും കണ്ടില്ല. ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണല്ലോ ദൈവമേ. ഗൈസ്, അങ്ങ് ദൂരെ കാണുന്ന ആ സംഭവം വെള്ളച്ചാട്ടത്തിൽ നിന്ന് പുക പൊങ്ങുന്നത് കാണാം നിങ്ങൾക്ക്. പിന്നെ അതിന്റെ പുറകില് ഒരു വലിയ ബിൽഡിംഗ് കണ്ടില്ല കാണുന്നത്? അതൊക്കെ കാനഡയിലെ ബിൽഡിങ്ങുകളാണ് ആ കാണുന്നതൊക്കെ. സ്നാക്സ് ടൈം സ്പെഷ്യൽ ചിക്കൻ ബിരിയാണി, ബട്ടർ ചിക്കൻ ഓവർ റൈസ്, ചില്ലി ചിക്കൻ ഓവർ റൈസ്. ഇസ് ദിസ് ഇന്ത്യ? ഓ മൈ ഗോഡ്, വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ? അല്ല ഗൈസ്, ഇത് റെയിൻബോ ബുലിവാർഡ്, ഓൾഡ് മെയിൻ സ്ട്രീറ്റ്. ഇത് അമേരിക്ക തന്നെയാണ് ഗൈസ്. നയാഗ്ര ഫോൾസ് NY എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ പാപ്പ ജോൺസ് പിസ്സ ഒക്കെ ഉണ്ട് കണ്ടല്ലേ, പിസ്സ. അങ്ങനെ രാത്രിയിൽ 10 മണിക്ക് നയാഗ്ര ഫോൾസിൽ നടക്കുന്ന ആ ഒരു ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ പോകുന്നത്. വെടിക്കെട്ട്. ഇതെന്താ എൻ്റെ പൊന്ന്, ഡൽഹി ചാറ്റ് കോർണർ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡ്. നിങ്ങൾ വിചാരിക്കുന്നത് ഞാനിവിടെ ഇന്ത്യൻ ഫുഡ് മാത്രം തപ്പിയെടുക്കുന്നു എന്നാണ്. പക്ഷെ അല്ല ഗൈസ്, ഇത് മുരുകൻ കഫേയോ? എൻ്റെ പൊന്നെ, ഇതെന്താ ഇത്? മുരുകൻ കഫേ. അതിന് മുമ്പിലൊക്കെ ഇന്ത്യക്കാരിരുന്ന് ഫുഡ് കഴിക്കുന്നു. ഇവിടെ താഴെ ഒരാളിരുന്ന് എന്തോ പരിപാടികളൊക്കെ ഉണ്ട്. പിന്നെ ഇങ്ങോട്ടേ വരുമ്പോഴത്തേക്കിനും ദ ലുക്ലാന്നും പറഞ്ഞുകൊണ്ട് ഹിമാലയൻ ആൻഡ് സൗത്ത് ഇന്ത്യൻ കിച്ചൺ. ഇത് ഫുള്ള് സൗത്ത് ഇന്ത്യൻ്റെ കളികളാണല്ലോ. ഐ നെവർ എക്സ്പെക്റ്റഡ് ദീസ് കൈൻഡ് ഓഫ് തിങ്സ് ഹിയർ മാൻ. ഇതൊരു രക്ഷയില്ല. ഇതൊരു സുവനീർ ഷോപ്പൊക്കെയാണ് ഇതിൻ്റെ അകത്ത്. അപ്പോൾ നമ്മളിങ്ങനെ തിരക്കിൻ്റെ കൂടെ നമ്മളങ്ങനെ നടന്നു പോയാൽ മതി. അങ്ങനെ 24 മണിക്കൂറും കാണാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടം എനിക്ക് തോന്നുന്നു ഇവിടെ മാത്രമേ ഉള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. നയാഗ്ര ഫോൾസ് മാപ്സ് ആൻഡ് ഇൻഫോ. പിന്നെ ഇവിടെ നമുക്ക് കുറേ കാരിക്കേച്ചറൊക്കെ വരയ്ക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രാത്രി 10 മണിക്കും
ഇവിടെയൊക്കെ സജീവമാണ്. ഇത്തരത്തിലാണ് പരിപാടികളൊക്കെ. ഇവിടെയൊക്കെ സമീപത്തൊക്കെ ഇഷ്ടംപോലെ റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ഉണ്ട് ഒരു ഹാർഡ് റോക്ക് കഫേയൊക്കെ. അങ്ങനെ നമ്മളിപ്പോൾ നടന്നു കയറാൻ പോകുന്നത് നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. അപ്പോൾ ഇതിനകത്തൂടെ കയറിപ്പോയാൽ മാത്രമേ നമുക്ക് ഫോൾസ് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെയൊക്കെ എൻട്രി ഫ്രീ ആണ്, വേറെ പൈസയും കാര്യങ്ങളൊന്നും കൊടുക്കൊന്നും വേണ്ട. നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് നമ്മളിപ്പോൾ ആ ഒരു പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി. ഇതിലൂടെയൊക്കെ നടക്കുമ്പോഴത്തേക്കിനും എനിക്ക് ആ ഒരു വെള്ളം വീഴുന്ന സൗണ്ട് നമുക്കിങ്ങനെ കേൾക്കാൻ സാധിക്കും. ഇവിടെ എല്ലാം നയാഗ്ര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് എന്നും പറഞ്ഞുകൊണ്ട് ഇതുപോലെ പല സംഭവങ്ങളും കാണാം. രാത്രി ഈ സമയത്തൊക്കെ എന്തോരം ആൾക്കാരാണ് ഇവിടെ വരുന്നത് നോക്കി. അപ്പൊ ഇവിടെ പകൽ എന്ത് തിരക്കായിരിക്കും എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്റെ പൊന്നോ, ഇത് കൊള്ളാട്ടോ പരിപാടി. അമേരിക്കയിലേക്ക് വരുന്ന ഓരോ വ്യക്തികളുടെയും ഒരു 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 ഡ്രീമാണ് ഇവിടെ വരിക എന്ന് പറയുന്നത്. ഇത് പൈറേറ്റ്സ് ഓഫ് ദ കരീബിയനാ. ആരാ പുള്ളി? എപ്പോഴും ഉണ്ടല്ലേ? ഇവിടെ നമുക്ക് വീണ്ടും ഒരു വെൽക്കം സെന്റർ ഒക്കെ കാണാം. അത് അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ ഇത് ടോയ്ലറ്റ് അല്ലേ? ഈ കാണുന്നതൊക്കെ ടോയ്ലറ്റുകളാണ്. നോക്കൂ, ആ കാണുന്ന സാധനം കണ്ടില്ലേ, ATC ഒക്കെ പോലെ, അതൊക്കെ കാനഡയാണ്. ആ കാണുന്ന ബിൽഡിംഗ് ഒക്കെ കാനഡയാണ്. ഈ കാണുന്ന സ്റ്റെപ്പുകൾ താഴെ ഇറങ്ങിപ്പോണം നമ്മൾ നയാഗ്ര ഫോൾസിലേക്ക് പോകാനായിട്ട്. ഗൈസ്, ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണ് ഗൈസ്. ഏറ്റവും കൂടുതൽ മെജോറിറ്റി ഇന്ത്യക്കാരാണ്. ഇത്രയധികം ഇന്ത്യക്കാർ വരുന്നൊരു സ്ഥലമായിരിക്കും ഇതൊന്നും ഞാൻ എൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷിച്ചില്ല. ഈ പറഞ്ഞ പോലെ നയാഗ്ര ഫോൾസ് എന്ന് പറയുന്നത് അത്ര പോപ്പുലർ അല്ലേ. അമേരിക്കയിൽ വന്നു കഴിഞ്ഞാൽ നയാഗ്ര ഫോൾസ് കാണുക എന്നുള്ളതല്ലേ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. സോ ഐ ആം ഓൾസോ ഹിയർ ഗൈസ്. അങ്ങനെ നമ്മൾ ആ ഒരു നയാഗ്ര ഫോൾസിൻ്റെ രാത്രി ദൃശ്യം പകർത്തുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുകയാണ്. അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടങ്ങൾ എന്ന് പറയുന്നത് കാനഡയാണ്, മറ്റൊരു രാജ്യമാണ്. ഇവിടെ നിന്ന് പാലം കയറി വണ്ടി ഓടിച്ച് വേണമെങ്കിൽ അങ്ങോട്ടേക്ക് പോവാം. ഓ വാവ്, ഐ ആം സൂപ്പർ എക്സൈറ്റഡ് ടു സീ ദ ഫോൾസ് ഹിയർ. ശരിക്കും ഇതിൻ്റെ നയാഗ്ര ഫോൾസിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള ഭംഗി കാനഡ ഭാഗത്ത് നിന്ന് നോക്കുമ്പോഴാണെന്നാണ് പറയുന്നത്. പക്ഷേ ഇത് ഇവിടെ വന്നിട്ട് ഈ ഒരു ക്രൗഡും ഈ ഒരു ആംബിയൻസും ഇറ്റ്സ് അമേസിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇത് ഒരു രക്ഷയില്ല. ലേസർ ഷോയോ അങ്ങനെ എന്തൊക്കെയോ പരിപാടികളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട്. ഇത് എന്ത് തിരക്കായോടെ നമുക്ക് രാത്രിയിൽ. എൻ്റെ ദൈവം, എനിക്കിത് ഫോൾസ് കാണാൻ അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല, അതുപോലെ തിരക്ക്. രക്ഷയിലാണോ? ഞങ്ങൾ ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണ്. ഇവിടെ ഓരോ ആൾക്കാർ ഇവിടെ നിൽക്കുന്നത് അറിയോ? ആയിരക്കണക്കിന് 10,000-കണക്കിന് ആൾക്കാരാണ് ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നോക്കി ഗൈസ്, ഇത് ശരിക്കും ഉണ്ടല്ലോ, ഇത് അമേരിക്കൻ സൈഡിൽ നോക്കിയിട്ടൊരു കാര്യമില്ല. ഇത് ലൈറ്റൊക്കെ ഇട്ട് ഫുൾ സെറ്റാക്കി കാനഡ സൈഡിൽ പോയി കാണണം, എന്നാലേ ഇതിനൊരു ഭംഗിയുള്ളൂ. ഇവിടെ നോക്കുമ്പോൾ ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ ഇങ്ങനെ മേളിൽ നിന്ന് കാണാനേ പറ്റുള്ളൂ. ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര ഭംഗിക്ക് കാനഡ സൈഡിൽ പോയി കാണണം. കാനഡയും വിസ എടുക്കണം ഗൈസ്, എന്നാലേ പോകാൻ പറ്റുള്ളൂ അപ്പുറത്തേക്ക്. അടിപൊളി കേട്ടോ, ഇത് പൊളിച്ച്. ഇത് കാനഡയിലാണെന്ന് തോന്നുന്നു കേട്ടോ ഈ വെടിക്കെട്ടൊക്കെ നടക്കുന്നത്. രാത്രി 10 മണിക്കാണ് ഈ വെടിക്കെട്ട് നടക്കുന്നത്. കറക്റ്റ് 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും.
എനിക്ക് തോന്നി കനേഡിയൻ ഗവൺമെന്റ് നമുക്ക് വേണ്ടി അമേരിക്കക്കാർക്ക് നീയൊക്കെ ഇതെങ്ങനെ കണ്ടിട്ട് സമാധാനിച്ചോ എന്നും പറഞ്ഞുകൊണ്ട് തരുന്ന സാധനമാണെന്ന് എനിക്ക് തോന്നുന്നത് കേട്ടോ. കാരണം ഇത് നമുക്ക് ഇവിടെ നിന്ന് കണ്ടാൽ മാത്രമേ നമുക്കിത് മനസ്സിലാവുള്ളൂ ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഈ വെടിക്കെട്ട് ഇവിടെ നിന്ന് കാണണം, നേരെ മറിച്ച് ഫോൾസ് കണ്ടഞ്ച് വേണമെങ്കിൽ അപ്പുറത്ത് കാനഡ പോയി കാണണം. ഇവിടെ ഉന്തും തള്ളും ഇടിയൊക്കെയാണ്. ഇനി തിരിച്ചു പോകാനായിട്ട് എല്ലാവരും കൂടി ഇടിയായിരിക്കും. അതുപോലെ തിരക്കാണ്. നമ്മൾ കറക്റ്റ് ടൈമിങ്ങിലാണ് വന്നത്. തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല, എല്ലായിടത്തും തിരക്കാണ്. അപ്പോൾ അവിടെ ഫോൾസ്, ആ ഫോൾസിനിടയ്ക്കൂടെ ആൾക്കാർ പോകുന്നു. നമ്മളിങ്ങോട്ട് വരാൻ നേരം ഇത്രയും തിരക്ക് നമ്മൾ കണ്ടില്ല. സോ ഇത് വേറെ തന്നെ ഒരു വൈബാട്ടോ, വേറെ തന്നെ ഒരു വൈബ്, ഒരു രക്ഷയില്ല. ഇത് രാത്രി വന്നില്ലായിരുന്നെ മിസ് ചെയ്തേനെ. ശരിക്കും ഇവിടെ വരുമ്പോൾ രാത്രി വന്ന് കാണണം, പകലും വന്ന് കാണണം, എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ കറക്റ്റ് ആ ഒരു ആംബിയൻസ് മനസ്സിലാവുള്ളൂ. കണ്ടോ, നമുക്ക് ഇത്രയും അടുത്ത് നമുക്ക് ഇങ്ങനെ ഈ ഒരു വെള്ളച്ചാട്ടം കാണാൻ സാധിക്കും. ഞാൻ പകൽ വന്നിട്ട് അടിപൊളിയായിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഈ കാണുന്ന വെള്ളച്ചാട്ടം, ഇവിടെ ആക്ച്വലി 3 ഫോൾസ്. ഹായ്, ഹോയോ, ഹലോ. ഓക്കെ, സോ ഈ ഒരു 3 ഫോൾസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒന്നിവിടെ, ഒന്ന് അപ്പുറത്ത്, പിന്നെ ഒന്ന് കാനഡ സൈഡിലുള്ള ഒരു ഹോഴ്സ് ഫോൾസ് എന്ന് പറയുന്നത്. അങ്ങനെ മൊത്തം 3 ഫോൾസ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇതൊക്കെ പകൽ വന്ന് വ്യക്തമായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കാണുന്ന ഒരു ലേക്കിൽ നിന്നും മറ്റൊരു ലേക്കിലേക്കുള്ള ആ ഒരു ഫോൾസിന്റെ ദൃശ്യമാണ് നമുക്കിവിടെ കാണുന്നത്. നിങ്ങൾക്ക് ആക്ച്വലി മനസ്സിലായില്ലേ? അത് കാനഡ സൈഡ്. ഈ വെള്ളം കാനഡയിലോട്ടാണ് വീഴുന്നത്, ആ ഭാഗത്തേക്കാണ് വീഴുന്നത്. അപ്പോൾ നമുക്ക് അവിടെ നോക്കിയല്ലേ ശരിക്കും മനസ്സിലാവുള്ളൂ. ഇല്ലെങ്കിൽ നമുക്ക് ബോട്ടിൽ കയറി പോകണം. നമ്മളത് നാളെ ട്രൈ ചെയ്യുന്നുണ്ട്. ബോട്ടിൽ കയറി പോയിട്ട് നമുക്ക് ഈ ഫോൾസിന്റെ അടിയിൽ പോയിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇവിടെ ഈ കാണുന്ന ഒരു 90% തിരക്കുകളും നമ്മൾ ഇന്ത്യക്കാര്, ബംഗ്ലാദേശികള്, പിന്നെ ശ്രീലങ്കൻസ്, അങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ്. 90% ആൾക്കാരും എനിക്ക് തോന്നുന്നു ഏഷ്യൻസ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചൈനക്കാരും ഇഷ്ടം പോലെ ഉണ്ട്. അത്രയധികം ആളുകളാണ് ഈ നയാഗ്ര ഫോൾസ് കാണാൻ വേണ്ടി മാത്രമായിട്ട് അമേരിക്കയിലേക്ക് വരുന്നത്. നാലോചിക്ക്, നയാഗ്ര ഫോൾസ് കാണാൻ വേണ്ടി മാത്രം അമേരിക്കയിലേക്ക് വരുന്ന ഭൂരിഭാഗം ആളുകളെയാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ രാത്രി 10:30 മണി കഴിഞ്ഞു. ഫോൾസിലെ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആൾക്കാരൊക്കെ ഇവിടെ വന്ന് ഓരോന്ന് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കും ആൾക്കാരൊക്കെ. എന്നിട്ട് റൂമിലൊക്കെ പോകുള്ളൂ. വണ്ടി കൊണ്ടൊക്കെ വരുന്നവർക്ക് ഇവിടെ ഫോൾസിന്റെ പാർക്കിന്റെ അടുത്ത് തന്നെ വലിയൊരു പാർക്കിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. നേരത്തെ വന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്കിംഗ് സ്പോട്ടൊക്കെ കിട്ടും. ഇനി ലോക്കലായിട്ട് കറങ്ങണമെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ബൈക്സ് എടുക്കാം, മറ്റേ ഇലക്ട്രിക് ബൈക്കുകൾ. ഇതെടുത്തിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാൻ സാധിക്കും. അത് വലിയൊരു കാര്യമാണ്. ബ്രോ, ഇതുവഴി നടന്ന് കാനഡയ്ക്ക് പോകാം. റെയിൻബോ ബ്രിഡ്ജ് പെഡസ്ട്രിയൻസ് ടു കാനഡ എന്ന്. ഓ മൈ ഗോഡ്, ഇത് നോക്കിയേ, ഇത് കാനഡയിലേക്ക് പോകുന്ന വഴിയാണ്. നമ്മള് ഇത് കണ്ടില്ലേ? ഇത് കാനഡ എന്നൊക്കെ വരുന്ന വണ്ടിയാണെന്നോ നീ കാണുന്ന നോക്കിയത്? എനിക്ക് കാനഡ ചെക്ക് പോസ്റ്റ്. ഇവിടെ വരുമ്പോഴത്തേക്കിനും ഇവിടെ ന്യൂയോർക്കിലേക്ക് വെൽക്കം ചെയ്തുകൊണ്ടുള്ള ബോർഡ്. ന്യൂയോർക്ക് ദ എംപയർ സ്റ്റേറ്റ് എന്നും പറഞ്ഞുകൊണ്ട് നമുക്കിവിടെ വെൽക്കം ടു ന്യൂയോർക്ക് എന്ന് പറഞ്ഞൊരു ബോർഡ് കാണാം. ഞാൻ കാനഡ വിസ എടുത്തിട്ടില്ല കേസ്. കാനഡ വിസ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് അപ്പുറത്ത് പോയിട്ട് നടന്ന് പോയിട്ട് വരായിരുന്നു ഏത് സമയത്തും. ശരിക്കും ഉണ്ടല്ലോ, ഈ നയാഗ്ര ഫോൾസ് കാണാൻ വരുമ്പോഴത്തേക്കിനും ഇഫ് യു ഹാവ് US വിസ ആൻഡ് കാനഡ വിസ, നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഫോൾസ് കണ്ടിട്ട് അപ്പുറത്ത് പോയിട്ട് അപ്പുറത്തെ ഫോൾസ് കാണാം. ഒരു ദിവസം തന്നെ എല്ലാ പരിപാടികളും തീർത്തിട്ട് നിങ്ങൾക്ക് വരാം. ഭയങ്കര സിമ്പിളാണ്. ഇത് രണ്ടും എടുത്തിട്ട് വേണം വരാനായിട്ട്. ഇനിയിപ്പോൾ ഞാൻ കാനഡ വിസ എടുത്തിട്ട് വീണ്ടും ഞാൻ ടൊറൻറ്റോ വഴി, നമ്മൾ ടൊറൻറ്റോയിൽ നിന്ന് നയാഗ്ര ഫോൾസിലേക്ക് ഏകദേശം ഒരു 100-120 കിലോമീറ്റർ ഉണ്ട്. അത്രയും ദൂരം സന്ദർശിച്ചിട്ട് അത്രയും ദൂരം യാത്ര ചെയ്ത് വീണ്ടും വന്നാൽ മാത്രമേ നമുക്ക് നയാഗ്ര ഫോൾസ് അവിടെ നിന്നും കാണാൻ പറ്റുള്ളൂ. നയാഗ്ര തന്തൂരി ഹട്ട് എന്നും പറഞ്ഞുകൊണ്ട് അടുത്ത റെസ്റ്റോറൻറ്റ്. ഇതെല്ലാം ആന റെസ്റ്റോറൻറ്റ് കേട്ടോ. ഇതൊക്കെ മറ്റേ US കാനഡ ബോർഡറിലാണ് ഈ സംഭവങ്ങളൊക്കെ. നോക്കിയേ, അതാണ് റെയിൻബോ ബ്രിഡ്ജ്. കാനഡ ഓണ്ട് എന്ന് പറഞ്ഞു കണ്ടോ, ആ ബ്രിഡ്ജിൽ കൂടെയാണ് നമ്മൾ കാനഡ ബോർഡർ ക്രോസിങ് ചെയ്യുന്നത്. ഞാൻ പോകും ഈ വഴിക്ക് ഒരു ദിവസം, എന്തായാലും ഞാൻ പോകും. ഞാൻ വിസയൊക്കെ എടുത്ത് വന്നിട്ട് ഞാൻ ഈ വഴിക്ക് എന്തായാലും ഞാൻ കാനഡ പോകും. നയാഗ്ര തന്തൂരി ഹട്ട് എന്നും പറഞ്ഞുകൊണ്ട് ഒരു നേപ്പാളീസ് ആൻഡ് ഇന്ത്യൻ കുസീൻ. റോഡിന്റെ അപ്പുറത്ത് ഇന്ത്യൻ റെസ്റ്റോറന്റ്, ഓൾ ഡേ ബൊഫെ, ഹൈദരാബാദി ബിരിയാണി ഹൗസ്, സൗത്ത് ഇന്ത്യൻ. എന്റെ പൊന്നു, ഒരു രക്ഷയിലാണ്. എനിക്ക് തോന്നുന്നു ഇത്രയധികം ഇന്ത്യൻ റെസ്റ്റോറന്റ് ഉള്ള ഒരു വിദേശ രാജ്യത്തെ ഒരു സ്ഥലം വേറെ ഉണ്ടാകത്തില്ല. ചിലപ്പോൾ ദുബായ് ഒക്കെ മാറ്റി എടുത്തു കഴിഞ്ഞാൽ. ഇവിടെ ഞാൻ ഒരു 5 വർഷം മുന്നേ കയറിയാണ്. നല്ലതാണ്, പക്ഷെ അത്ര ബൊഫെ ആണോ? അല്ലല്ല, സ്ഥിരമല്ലേ ആണല്ലോ. ഇവരൊക്കെ സ്ഥിരം വരുന്നതായതുകൊണ്ട് ഇവർക്ക് അറിയാം എവിടെ പോടാ. വർഷങ്ങളായിട്ട് ഈ റെസ്റ്റോറന്റ് ഉള്ളതാണ്. അതാണ് അതിന്റെ ഒരു നല്ലൊരു കാര്യമുണ്ട്. ഇവിടെയൊക്കെ വരുന്ന ആൾക്കാർ ഇന്ന് കഴിക്കും, പിന്നെ നാളെ വരുന്നില്ലല്ലോ. 2 വർഷം കഴിഞ്ഞായിരിക്കും. അതെ, പിന്നെ അപ്പൊ ഇന്ന് കഴിച്ചിട്ട് നാളെ വയറാളി കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെയുണ്ടേ. ഏത് മനസ്സിലായില്ലേ? ഞങ്ങൾ ആ നേപ്പാളി റെസ്റ്റോറൻറ്റിൽ വന്നിട്ട്, ഇവിടെ ബൊഫയാണേ, അവിടെ നിന്ന് ഞങ്ങൾ ഫുഡൊക്കെ ഇങ്ങനെ പാക്ക് ചെയ്ത് വാങ്ങിച്ചു. ഒരു പൗണ്ടിന് 15
ഡോളർ, അതാണ് പ്രൈസ്. അപ്പോൾ തൂക്കിയാണ് റേറ്റ്. നമുക്ക് വേണ്ട സാധനങ്ങൾ നമുക്ക് എടുക്കാം, എന്നിട്ട് അങ്ങനത്തെ പരിപാടികൾ ചെയ്യാം. പുള്ളി ഒരു നേപ്പാളി ചേട്ടനാണ്. ഇതിപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് കഴിച്ചായിരുന്നെങ്കിൽ നമ്മൾ 3 പേർക്ക് $75 നിന്നേനെ. നമ്മളെടുത്ത സാധനങ്ങൾ വെച്ചിട്ടെല്ലാം കൂടെ $95. ഇതിപ്പോൾ വല്ലാത്ത ഇടപാടായി പോയില്ല. ഇവിടുന്ന് കഴിച്ചാൽ മതിയായിരുന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ വീണ്ടും നയാഗര ഫോൾസ് കാണാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ നയാഗര ഫോൾസിലേക്ക് പോകാനായിട്ട് നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേക്കും ഈ കാണുന്നത് ഫോർഡിൻ്റെ ഒരു വണ്ടിയാണ്. ഈ വണ്ടി എന്ന് പറയുമ്പോഴത്തേക്കിനും ഇതിൻ്റെ ഹൈറ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. ഉണ്ടല്ലേ ലാറിയറ്റ്, എന്ത് ഹൈറ്റാണ് ഇത്. എന്നെക്കാട്ടി ഹൈറ്റ് ഉണ്ട് ഈ വണ്ടി. നോക്കിയാൽ എൻ്റെ എത്ര ഉള്ളു ഈ വണ്ടി. ഓ രക്ഷയില്ല, എന്തോരം വണ്ടികളാന്ന് നോക്കിയേ. ഇതുപോലെ സൂപ്പർ കിടുക്കാച്ചി വണ്ടികൾ. ഇത് വേറൊരു വണ്ടി. ഇത് ഈ കാണുന്നത് അമേരിക്ക കാനഡ ബോർഡറാണ്. നമുക്കവിടെ ഫ്ലാഗ് കാണാൻ പറ്റും. അതായത് ഇവിടുന്ന് വാഹനങ്ങൾ അമേരിക്കയിൽ നിന്നും കാനഡയ്ക്ക് പോകുന്നതും തിരിച്ചു വരുന്നതൊക്കെ ഈ കാണുന്ന ബോർഡർ വഴിയാണ്. റെയിൻബോ ബ്രിഡ്ജ് എന്നാണ് പറയുന്നത്. പെഡസ്ട്രിയൻസിന് നടന്നും പോകാൻ സാധിക്കും ഈ കാണുന്ന ബ്രിഡ്ജ് വഴി. അപ്പോൾ നമുക്ക് നമ്മൾ KLTUK യാത്രയിലൊക്കെ ബോർഡർ ക്രോസിംഗ് ഒക്കെ ചെയ്ത പോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബോർഡർ ക്രോസിംഗ് ഒക്കെ ചെയ്ത് നമുക്ക് പാസ്പോർട്ട് മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാനഡയിലേക്ക് പോകാനൊക്കെ സാധിക്കും. അതിനു വേണ്ടിയുള്ള ഒരു കനേഡിയൻ ബോർഡറാണ് ഈ കാണുന്ന ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത്. ഇതിപ്പോൾ നമ്മൾ ഇന്നലെ വന്ന സ്ഥലമാണ്, രാത്രി വന്ന സ്ഥലം സെയിം സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിക്കും അമേരിക്കൻ സൈഡിൽ കൂടെ വരുമ്പോഴത്തേക്കിനും നമ്മൾ നയാഗര ഫോൾസ് ശരിക്കും കാണണമെന്നുണ്ടെങ്കിൽ ഇവരുടെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞൊരു ബോട്ടുണ്ട്. ആ ബോട്ടിൽ കയറിയാൽ മാത്രമേ നമുക്ക് നയാഗര ഫോൾസിൻ്റെ അടിയിൽ പോയിട്ട് ഫോൾസ് ശരിക്കും കാണാൻ പറ്റുള്ളൂ. നമുക്ക് മുകളിൽ നിന്ന് കാണാനായിട്ട് വളരെയധികം പരിമിതികളുണ്ട്. ആ മുകളിൽ നിന്ന് കാണുന്നത് ശരിക്കും കാനഡ സൈഡിലാണ് നമുക്ക് കൂടുതൽ കാണാൻ സാധിക്കുക. ഇല്ലെങ്കിൽ വല്ല ഹെലികോപ്റ്റർ റൈഡോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ എടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നയാഗര ഫോൾസ് സ്റ്റേറ്റ് പാർക്ക് എന്ന് പറയുന്ന നമ്മൾ ഇന്നലെ രാത്രി വന്ന ആ ഒരു പാർക്കിലാണ്. അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ തവണ നയാഗരയിൽ വന്ന മലയാളി മിക്കവാറും ഷിനോദായിരിക്കും. ആണോ ആണോ ഞാൻ ഗിന്നസ് വേൾഡ് റെക്കോർഡിന് അപേക്ഷിച്ചിട്ടുണ്ട്. അവരെ ഈ തവണത്തോടെ കൂട്ടിയിട്ട് മിക്കവാറും ആ പദവി എനിക്ക് തരുമെന്നാണ്. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. നയാഗര 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 എന്ന് കേട്ടിട്ട് മാത്രമുള്ള സ്ഥലത്തേക്കാണ് സുഹൃത്തുക്കളെ ഞാൻ വരുന്നത്, പോകുന്നത്. ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടം കാണാനൊന്നും ഒരു പൈസ എവിടെ ആരും വാങ്ങിക്കുന്നില്ല കേട്ടോ. അതായത് ബോട്ടിങ്ങിന് പോകാൻ മാത്രം പൈസ കൊടുത്താൽ മതി. വേറെ ഒരു പരിപാടിക്കും പൈസയോ പരിപാടികളോ ഒന്നുമില്ല, വല്ല ഫ്രീ ആണ്. ഇവിടുത്തെ ഒരു ഇൻഫർമേഷൻ സെൻ്ററാണിത്. നമ്മൾ ബോട്ടിൻ്റെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി വന്നതാണ്. അതിവിടെ അല്ല, അത് അപ്പുറത്താണ്. അങ്ങനെ എനിക്ക് ദൂരെ ഇവിടെ ആ വെള്ളം ഒഴുകുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ആ കാണുന്ന വെള്ളമെല്ലാം കൂടെ അങ്ങ് അമേരിക്കയിൽ നിന്നും കാനഡയിലേക്ക് ഒഴുകുന്ന വെള്ളമാണ്. അതാണ് നമുക്ക് കാണുന്നത്. അങ്ങ് ദൂരെ കാണുന്ന കെട്ടിടങ്ങളൊക്കെ കാനഡയിലുള്ള കെട്ടിടങ്ങളാണ്. അങ്ങനെ നമ്മൾ മറ്റേ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ഒബ്സർവേഷൻ ഡെക്ക് എന്നൊക്കെ പറയുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകാനുള്ള ടിക്കറ്റ് എടുക്കുന്നതിന് വേണ്ടിയുള്ള ക്യൂവിലേക്ക് പ്രവേശിക്കുകയാണ്. അത് നേരത്തെ വെബ്സൈറ്റ് വഴിയൊക്കെ എടുക്കാൻ വേണമെന്നുണ്ടെങ്കിൽ, പക്ഷേ ഞങ്ങൾ വെബ്സൈറ്റ് വഴി എടുക്കാൻ നോക്കിയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. ഇവിടെ എഴുതിയിട്ടുണ്ട് 30 മിനിറ്റിൽ നമുക്ക് ബോട്ടിൽ കയറാൻ പറ്റും എന്നാണ് എഴുതിയിരിക്കുന്നത്. ഇഷ്ടംപോലെ ബോട്ടുകളാണെന്ന് തോന്നുന്നു. വെയിറ്റ് ടൈം എന്നും പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ടിക്കറ്റ് എടുക്കുക, നേരെ ബോട്ടിൽ കയറുക. ലാർജ് സ്യൂട്ട് കേസ് ബാഗ് ഒന്നും കൊണ്ടുവരാൻ പാടില്ല എന്ന് എഴുതിയിട്ടുണ്ട്. അഡൾട്ടിന് $30, കുട്ടികൾക്ക് $20. പിന്നെ ഫസ്റ്റ് ബോട്ട് രാവിലെ 9 മണിക്ക്, ലാസ്റ്റ് ബോട്ട് 8 മണിക്കുമാണ്. കനേഡിയൻ കറൻസി നോട്ട് അക്സെപ്റ്റഡ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റിൻ്റെ ടിക്കറ്റ് എന്ന് പറയുന്നത്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു ബോട്ടാണ്. ആ ഒരു ബോട്ടിലാണ് നമ്മൾ എവിടേക്ക് പോകുന്നത്, നമ്മൾ നയാഗര ഫോൾസ് കാണാൻ പോകുന്നത്. US-ൻ്റെ ഭാഗത്തുനിന്ന് വരുമ്പോഴത്തേക്കിനും ഇന്നലെ അവിടെ താഴെ എവിടെയോ പോയി നിന്നാണ് നമ്മൾ ആ ഒരു വെടിക്കെട്ട് കണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് താഴെ 2 ബോട്ടുകൾ കാണാൻ പറ്റും. ഒന്ന് അമേരിക്കൻ സൈഡിൽ നിന്ന് വരുന്ന ബോട്ടും പിന്നെ ഒന്ന് കാനഡ സൈഡിൽ നിന്ന് വരുന്ന ബോട്ടാണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല. ന്യൂയോർക്കിന്റെ കാനഡ ബോട്ട്, അതാണ് ഐഡന്റിഫൈ ചെയ്യുന്ന പരിപാടി. അപ്പോൾ ലൈഫ് ജാക്കറ്റ് വെച്ചാണ് ഐഡന്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങ് ദൂരെ നമുക്ക് ഒരു ഫോൾസ് കാണാം. അതാണ് മറ്റേ എന്താ ഫോൾസ് എന്ന് പറഞ്ഞ സംഭവം. അതവിടെ ഇങ്ങനെ വരുന്നു. ഇത് നമുക്ക് ഇവിടെ കാണുന്ന ഫോൾസ്. പിന്നെ അതൊരു ഐലൻഡാണ് ആ കാണുന്നത്. ആ ഐലൻഡിൽ വേണം നമുക്ക് പോയി അവിടെയൊക്കെ പോയി നിൽക്കാം, അതിനടുത്തൊക്കെ പോയി നിൽക്കാം. അങ്ങനെ പല രീതിയിൽ പല സ്ഥലങ്ങളിലൊക്കെ നമുക്ക് വേണമെങ്കിൽ പോയി കാണാം. പിന്നെ ആ കാണുന്നത് കാനഡയാണ്. കിളികളൊക്കെ ഇങ്ങനെ മറ്റേ പാറിപ്പറന്നിങ്ങനെ പോകുന്നത് കാണാൻ സാധിക്കും ഇഷ്ടം പോലെ. കനേഡിയൻ സൈഡിൽ ശരിക്കും അവിടെ വെറുതെ വന്ന് നിന്നാൽ മതി, ഇത്രയൊന്നും വേണ്ട. അവിടെ ചുമ്മാ പാർക്കിൽ വന്ന് നിന്ന് കഴിഞ്ഞാൽ നയാഗര ഫോൾസ് കാണാൻ സാധിക്കും. അവിടെ ഈ കാണുന്ന ഹോട്ടലുകളിലൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ അടിപൊളി വ്യൂ കാര്യങ്ങളൊക്കെ കിട്ടും. സോ നമുക്ക് ആ ഒരു ബോട്ടിൽ കയറി പോവാം. ഈ കാണുന്ന ബോട്ട് കണ്ടോ, ഈ താഴെ കാണുന്ന ബോട്ട്, ആളുകളെ കുത്തി നിറച്ച് കൊണ്ടിരുന്ന ബോട്ട് കണ്ടില്ല അതൊക്കെ. ആ ബോട്ടിലാണ് ശരിക്കും നമ്മൾ
പോകാൻ വേണ്ടി പോകുന്നത് അതൊരു രക്ഷയില്ല കേട്ടോ. അതൊരു ഗംഭീര സെറ്റപ്പാണ്. എത്ര ആൾക്കാരുണ്ടാവുമെന്ന് ചോദിക്കുക. അതിനകത്ത് നമ്മൾ ഈ ലോകത്ത് പല വെള്ളച്ചാട്ടങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ദിസ് ഇസ് റിയലി ഓസം. ഇത് വേറെ ലെവലാണ്. എല്ലാവരും പറയും നയാഗ്ര ഫോൾസ് ഭയങ്കര ഓവർ ഹൈപ്ഡ് ആണെന്നൊക്കെ പറയും. പക്ഷേ ഇതൊരു കിടിലൻ വെള്ളച്ചാട്ടം തന്നെയാണ്. കാരണം ഇതുപോലെ ഒന്ന് ഇത് മാത്രമേ ഉള്ളൂ എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇറ്റ്സ് അമേസിങ്. ഇതെന്തായാലും ഭയങ്കര സെറ്റപ്പാണത്. അവിടുന്ന് കാനഡ സൈഡിൽ നിന്ന് ആൾക്കാർ ബോട്ടിലേക്ക് കയറുന്നത് നമുക്കവിടെ കാണാൻ സാധിക്കും. നമ്മുടെ ബോട്ട് അവിടെ കിടക്കുന്നേ ഉള്ളൂ. അതിപ്പോൾ പോയിട്ട് തിരിച്ചു വരണം. എത്ര ഫാസ്റ്റ് ആയിട്ടാണെന്നറിയോ ആൾക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും സംഭവങ്ങളൊക്കെ എത്ര ഫാസ്റ്റ് ആയിട്ടാണെന്ന് എനിക്ക് അത് ഭയങ്കര സ്പീഡിലാണ് പോകുന്നതും വരുന്നതും. ബാക്കിയുള്ള സംഭവങ്ങൾ എല്ലാവരും ലൈഫ് ജാക്കറ്റൊക്കെ ഇട്ട് ഇങ്ങനെ ആൾക്കാരിങ്ങനെ അതിൽ ബോട്ടിൽ ഇങ്ങനെ കയറി പോകുന്നത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. പിന്നെ ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി താഴേക്ക് പോകാമായിരുന്നു. ഇപ്പോൾ അവിടെ കാണുന്നില്ല. സ്റ്റെപ്പൊക്കെ ഉണ്ട് അവിടെ താഴേക്ക് പോകാനായിട്ട്. ഇപ്പോൾ അവിടെ അങ്ങനെ ആൾക്കാരൊന്നും കാണുന്നില്ല. സംഭവം ഇത് വേറെ ലെവൽ ഐറ്റം തന്നെയാണ്. അമേസിങ് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. താഴെ ആൾക്കാരൊക്കെ നടന്നു പോകുന്നു. ഇത് ഒബ്സർവേഷൻ ഡെക്കിലേക്കുള്ള എൻട്രൻസ് ആണ്. അപ്പോൾ നമ്മളിവിടുന്ന് അങ്ങോട്ട് പോയിട്ട് അപ്പുറത്തൂടെ വേണം നമ്മൾ പോകാനായിട്ട്. ഇതാണ് നമ്മൾ അയ്യോ ഇതവിടെ വഴി തെറ്റിപ്പോയി. സോറി. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് ആൻഡ് ലോവർ കോർജ്. ഇത് നമുക്ക് താഴെ ഇറങ്ങി പോകാൻ പറ്റും. ഇതാണ് നമ്മൾ നേരത്തെ കണ്ടില്ലേ ചെക്ക് പോസ്റ്റ്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് ആൾക്കാർ കാനഡയിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. നമ്മൾ അമേരിക്കൻ സൈഡിൽ നിന്ന് നീല ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് ആൾക്കാർ ബോട്ടിൽ കയറുന്നതാണ് നമുക്കിവിടെ താഴെ കാണുന്നത്. നമ്മളിപ്പോൾ താഴെ പോയിട്ടാണ് ബോട്ടിൽ കയറേണ്ടത്. ഇത് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കിവിടെ ഈ ഒരു ലിഫ്റ്റിൽ കയറിയിട്ട് താഴെ പോകണം. ഹെലികോപ്റ്ററിലുള്ള നയാഗ്ര ടൂറും പരിപാടികളൊക്കെ ഇവിടെ ഉണ്ട്. ആ കാണുന്ന ബോട്ടിലാണ് നമ്മളിപ്പോൾ പോയി നിൽക്കാൻ പോകുന്നത്. കണ്ടില്ലേ നോക്കി, എന്തോരോ ആൾക്കാർക്ക് നിൽക്കാവുന്ന ഒരു ബോട്ടാണെന്ന് നോക്കിയത്. ഇത് ഇവിടുത്തെ ഒബ്സർവേഷൻ ഡെക്ക്. ലിഫ്റ്റ് കയറി താഴെ പോകും. ഓക്കേ, ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മറ്റേ വീൽ ചെയറിൽ വരുന്ന ആളുകൾക്ക് പോലും ഇവിടെ വന്നിട്ട് ബോട്ടിൽ കയറാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത. അതിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പൊളി കേട്ടോ. അവിടെ വലിയ തിരക്കൊന്നുമില്ല. ഇപ്പം തിരക്കുള്ള സമയത്ത് ഭയങ്കര തിരക്കായിരിക്കും. സോ ഇതിപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോയിട്ട് ഈ കാണുന്ന ഒരു നയാഗ്ര നദിയുടെ തീരത്തുകൂടെ നമ്മൾ നടന്ന് പോയിട്ട് ആ ബോട്ടിൽ കയറണം. നമുക്ക് ഇങ്ങനൊരു സാധനം തരും. ഒരു എന്താ പറയുക റെയിൻകോട്ട് പോലത്തെ ഒരു സാധനം. ഇത് നമുക്ക് ഇട്ടിട്ട് ഓക്കെ 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 ഇപ്പം ഇടണ്ട, അവിടെ കയറി ഇട്ടിട്ടാ മതി. ഈ ബോട്ട് പോവാ അല്ലേ? കാരണം മറ്റേ ബോട്ട് വന്നു. അപ്പോൾ ഇതിലൂടെ പോവാ. നമ്മൾ അവിടെ ആൾക്കാരെ കയറ്റി നിർത്തി ഈ ബോട്ടിൽ ഇപ്പോൾ പോയിട്ട് നമ്മൾ അടുത്ത ബോട്ടിലായിരിക്കും ഈ പോകുന്നത്. നയാഗ്ര ഫോൾസ് ശരിക്കും എത്ര ഫാസ്റ്റായിട്ട് ആൾക്കാരെ ഇറക്കുന്നതും കയറ്റുന്നതും കൊണ്ടുപോകുന്നതും ഞാനതിങ്ങനെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ്. അത് അത്രയും ഫാസ്റ്റായിട്ടാണ് ഇതിനകത്ത് ആൾക്കാരെ കയറ്റുന്നത് ഇറക്കുന്നതൊക്കെ. അപ്പോൾ ഇവിടുന്ന് അമേരിക്കയിൽ നിന്ന് കാനഡയിലേക്ക് പോകുന്ന പാലം, ആ പാലത്തേക്കൂടെ പോകുന്ന വണ്ടികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിപ്പോൾ അടുത്ത ബോട്ട് ഇവിടെ വന്നിട്ട് അതിലായിരിക്കും നമ്മൾ പോകുന്നത്. ആ കാണുന്ന സ്ഥലം കണ്ടോ, അതിൻ്റെ മേളിൽ നിന്ന് 200 ഫീറ്റ് താഴേക്ക് ഇറങ്ങിയിട്ടാണ് നമ്മൾ, അതായത് ലിഫ്റ്റ് ഉണ്ട് എൻ്റെ മേളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങി വന്നിട്ടാണ് നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിലേക്ക് കയറുന്നത്. വെള്ളച്ചാട്ടമല്ല, ബോട്ടിലേക്ക് കയറുന്നത്. മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് എന്ന് പറഞ്ഞ് ഈ ബോട്ടിലേക്ക് കയറുന്നത്. ഇതിങ്ങനെ നിറച്ച ആൾക്കാരിങ്ങനെ കുത്തി നിറച്ച് ഇതിൻ്റെ മേളിൽ ഇങ്ങനെ പോകുന്നത് കാണാനായിട്ടൊരു പ്രത്യേകത ഭംഗിയാണ്. ഭയങ്കര ഫാസ്റ്റാണ് കേട്ടോ. ഭയങ്കര ഫാസ്റ്റായിട്ടാണ് ആൾക്കാരെ കൊണ്ടുപോകുന്നത്. തൊട്ടപ്പുറത്ത് കാനഡയാണ്, കണ്ടില്ലേ? ആ കാനഡയിലെ ആൾക്കാരാണ് മറ്റേ പിങ്ക് ജാക്കറ്റ് ഇട്ടിട്ട് കയറി വരുന്നത്. നമുക്ക് ബ്ലൂ സാധനം. എനിക്ക് കാനഡയുടെ റോമിംഗ് ഒക്കെ ആയിട്ടെന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് വന്നു. കാനഡ റോമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ജിയോയുടെ മെസ്സേജ് വന്നു. കാനഡയിൽ പോകുമ്പോഴത്തേക്കിനും ഈ ഷെറട്ടൺ ഹോട്ടലിൽ താമസിക്കണം. അതാണ് ഇവിടുത്തെ ഏറ്റവും നല്ല വ്യൂ ഉള്ള ഹോട്ടലുകളിലൊന്ന്. പിന്നെ അവിടെ ആ ഭാഗത്ത് കുറച്ച് ഹോട്ടലുണ്ട്, എംബസി സ്യൂട്ട്സ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് മാരിയറ്റിൻ്റെ അതിൻ്റെ ഒക്കെ കുറച്ച് ഹോട്ടലുകളൊക്കെ കാണാൻ സാധിക്കും. അതൊക്കെയാണ് ഭയങ്കരമായിട്ട് നയാഗ്ര വ്യൂ കിട്ടുന്ന ഹോട്ടലുകളെന്ന് പറയുന്നത്. ആ ATC ടവർ പോലെ കാണുന്ന സ്ഥലം കണ്ടോ, അതിൻ്റെ മേളിലേക്കൊക്കെ ലിഫ്റ്റിൽ കയറിപ്പോയിട്ട് അവിടെ നിന്നൊക്കെ നമുക്ക് വ്യൂ കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള പല ആക്ടിവിറ്റീസ് നമുക്ക് കാനഡ സൈഡിൽ കൂടുതലായിട്ടുണ്ട്. നിക്കോള ടെസ്ല എന്ന് പറഞ്ഞ ബോട്ടിലാണ് നമ്മൾ പോകാൻ പോകുന്നത്. ആ ബോട്ട് അവിടെ കൊണ്ട് ഡോക്ക് ചെയ്തിട്ട് അതിനകത്തുനിന്ന് ആൾക്കാരൊക്കെ പുറത്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവരിറങ്ങി കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങളിപ്പോൾ കയറുക. ഇതുപോലത്തെ ഒരു സാധനമാണ് നമുക്ക് ഇടാൻ വേണ്ടി തന്നിരിക്കുന്നത്, നനയാതിരിക്കാൻ വേണ്ടി. ആ 2 ഫ്ലാഗ് കണ്ടില്ലേ, അത് അമേരിക്ക കാനഡ ബോർഡറാണ്. ആ പാലത്തിന്റെ മേലുള്ള ഫ്ലാഗ്. ശരിക്കും വിസ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് നടന്ന് നമുക്ക് ഇമിഗ്രേഷൻ ചെയ്തിട്ട് ഈ പാലത്തിന്റെ മേളിൽ കയറി നിന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും നമുക്ക് കിട്ടുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്, നയാഗ്ര ഫോൾസിന്റെ വ്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ജസ്റ്റ് വാവ് എന്ന് പറയുന്ന വ്യൂ ആണ്. ഈ രാത്രിയിൽ വെടിക്കെട്ടൊക്കെ കാണാനായിട്ട് ഈ കാണുന്ന പാലത്തിലൂടെ നടന്നു പോയി കഴിഞ്ഞാൽ അത് പൊളിയായിരിക്കും. അങ്ങനെ നയാഗ്ര ഫോൾസിന്റെ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി നമ്മൾ ബോട്ടിലേക്ക് കയറുകയാണ് ഗൈസ്. ഫ്രണ്ടില് മേളിലൊക്കെ വെള്ളം വീണ് കിടപ്പുണ്ട്. വെള്ളം എന്ന് പറയുമ്പോഴത്തേക്കിനും അത്
ഇങ്ങനെ ഇതാണല്ലോ, ഇത് തെറിച്ച് വീഴാണല്ലോ, അതാണല്ലോ പരിപാടി. റെയിൻ കോട്ട് പക്ഷെ കൊള്ളാണ്, ഇവരിതൊക്കെ തരുന്നില്ലേ? $30 നമുക്ക് ഒരാൾക്ക് ഇതിനകത്ത് കയറുന്നതിന് വേണ്ടിയുള്ള ചാർജ്. $30 ഇത്രയും സാധനങ്ങളൊക്കെ അവർ തരുന്നുണ്ട്. അയ്യോ എന്നെ കാണുന്നില്ല, ഇതെവിടെയാ? തല എവിടെയാ? ഇതാണോ തലയുടെ? ഇതാണോ അല്ലേ? ആരാ ടൈറ്റാനിക് കളിക്കാൻ എൻ്റെ കൂടെ ഉള്ളത്? ടൈറ്റാനിക് കളിക്കാൻ എൻ്റെ കൂടെ ഉള്ള ആരാണ്? ടൈറ്റാനിക് കാനേഡിയൻ ബോട്ടിൽ ആളുകൾ കുത്തി നിറഞ്ഞു പോകുന്നു. കാനഡയിൽ നല്ല തിരക്കുണ്ട്, US ഇപ്പോൾ ഇച്ചിരി തിരക്ക് കുറവാണ്. കാനഡ സൈഡിൽ നിന്ന് നല്ല തിരക്കുണ്ട്. അവിടെ നിന്നാണ് ഈ കാണുന്ന ആൾക്കാർ ബോട്ടിൽ കയറി പോകുന്നത്. ഇപ്പം നമ്മൾ ഉടനെ പോകും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ക്ലോസ് ആയിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ വന്ന് വെള്ളച്ചാട്ടം കാണണം. അതായത് അമേരിക്കയിൽ നിന്നാണ് വെള്ളം വീഴുന്നത്. അമേരിക്കയിലെ ന്യൂയോർക്ക് സംസ്ഥാനം, കാനഡയിലെ ഒണ്ടാറിയോ എന്ന് പറയുന്ന പ്രൊവിൻസ്, അതാണ് ശരിക്കും അപ്പുറത്തും ഇപ്പുറത്തും ഉള്ളത്. അപ്പോൾ ഈ ലേക്ക് എറി എന്ന് പറയുന്ന അമേരിക്കയിലെ ആ ഒരു ലേക്കിൽ നിന്നും ലേക്ക് ഒണ്ടാറിയോയിലേക്ക് വെള്ളം പോകുന്നതാണ് സത്യം പറഞ്ഞാൽ ഈ നയാഗ്ര ഫോൾസ്. അതായത് ലേക്ക് എറിയുന്ന ഈ നയാഗ്ര നദിയായിട്ട് ഈ വെള്ളം വരും, എന്നിട്ട് ഇവിടെ ഈ ഫോൾസ് ആയിട്ട് വീഴും. ഈ നയാഗ്ര നദി എന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയിട്ട് ലേക്ക് ഒണ്ടാറിയോ ആയിട്ട് മാറും. അവിടെ വലിയ ലേക്ക് വേറെയുണ്ട്, ഒണ്ടാറിയോ. എന്നിട്ട് പിന്നെ അത് അറ്റ്ലാന്റിക് ഓഷനിലേക്ക് പോകും. അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഇരു രാജ്യങ്ങളുടെയും അതിർത്തിയാണ് ബേസിക്കലി ഈ ഒരു നയാഗ്ര നദി എന്ന് പറയുന്നത്. ഈ ഫോൾസ് ഭംഗിയായിട്ട് മനോഹരമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ കാനഡയിൽ പോയി നിന്ന് കാണണം, അല്ലെ പിന്നെ അമേരിക്കയിൽ നിന്ന് വന്ന് ഈ ബോട്ടിൽ കയറി പോകണം. ഈ ഫോൾസ് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അമേരിക്കയിൽ വന്ന് നിന്ന് കാണണം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് വാട്ട് നയാഗ്ര ഫോൾസ് ഈസ്. നല്ല രസമുണ്ടല്ലേ? ചൂടെടുക്കുന്നില്ല ഇതെല്ലാം ഇട്ടിട്ട് നിൽക്കുമ്പോഴത്തേക്കും 3 പേരും കൂടെ ഈ പ്ലാസ്റ്റിക്കിന്റെ സാധനമൊക്കെ ഇട്ടിട്ട് സിനിമ നിൽക്കുന്നത്. ഞാനിത് എത്ര കണ്ടതാ. ഇവരെന്തൊക്കെയാ പറയുന്നത്? ഞാനിത് ഏറ്റവും അവിടെ കണ്ടതാ. എന്തിനാ ആൾക്കാരൊക്കെ ഇതിനൊന്നും പറഞ്ഞോണ്ട് ഇങ്ങോട്ട് വരുന്നതാ പുള്ളി ചോദിക്കുന്നത്. ഈ നയാഗ്ര എന്ന് പറഞ്ഞോണ്ട് എന്തിനാ വരുന്നതാ പുള്ളി ചോദിക്കുന്നത്? പമ്പയാറിൽ ഈ കളർ കിട്ടില്ലല്ലോ. ഫോൺ അടിച്ചു ഗൈസ്. അങ്ങനെ നമ്മുടെ ബോട്ട് ഫോൺ അടിച്ചു. അപ്പോൾ എല്ലാവരും കൂടെ പോവുകയാണ്. എല്ലാവരും കൂടെ ഇവിടെ ഇങ്ങനെ നിൽപ്പുണ്ട്. താഴെ നിൽക്കാം, മേളിൽ നിൽക്കാം, എവിടെ വേണം നിൽക്കാം. ഓരോ രാജ്യത്തും ഈ 2 ബോട്ടുകൾ വെച്ചുണ്ട്. ഒരെണ്ണം പോകുമ്പോഴത്തേക്കിനും വേറെണ്ണം വരും. അങ്ങനെയാണ് ഇവരുടെ പരിപാടികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ഫാസ്റ്റായിട്ട് അധികം നേരം വെയിറ്റ് ചെയ്യാതെ നമുക്ക് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഇത് കാണാൻ സാധിക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ നയാഗ്ര ഫോൾസിൻ്റെ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ച ഇവിടെ താഴെ നിന്ന് കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. വാവ്, എൻ്റെ മേളിൽ നിന്ന് ഇങ്ങനെ വീഴുന്നു. ഇത് അവിടെ കാനഡ സൈഡിൽ പോയി നിന്ന് കാണണം കേട്ടോ. അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം ഈ പറഞ്ഞ രീതിയിൽ ഇതിൻ്റെ ഒരു മിസ്റ്റ് ഇങ്ങനെ തെറിച്ച് നിൽക്കും. ഈ ഒരു കാണുന്ന ഫോൾസിനെയാണ് അമേരിക്കൻ ഫോൾസ് എന്ന് പറയുന്നത്. ഈ അമേരിക്കൻ ഫോൾസിനോട് ചേർന്ന് അപ്പുറത്ത് വേറൊരു ചെറിയൊരു ഫോൾസും കൂടെ ഉണ്ട്. അതിനെ ബ്രൈഡൽ വെയിൽ ഫോൾസ് എന്നാണ് പറയുന്നത്, ഒരു കുഞ്ഞി ഫോൾസ്. അപ്പോൾ ഇങ്ങനെ വളരെ മനോഹരമായിട്ട് നിൽക്കുന്ന ആ ഒരു നയാഗ്ര ഫോൾസ് ആണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിലെ എൻ്റെ പുറകിൽ നിങ്ങൾക്ക് കാണുന്നത് നയാഗ്ര ഫോൾസ്. വാവ്, താഴെ നിൽക്കായിരുന്നു. താഴെ കുറച്ചും കൂടെ സൗകര്യം ഉണ്ടായിരുന്നു തോന്നുന്നു. ഇഷ്ടംപോലെ ഇവിടെ മേളിലെല്ലാവരും കൂടി ഇടിച്ചു കൊണ്ടി നിൽക്കുക. ഇതിങ്ങനെ അവിടെയാണ് മെയിൻ സംഭവം. അതെ. ഇവിടെ ഇങ്ങനെ ഈ ഒരു വെള്ളം ഇങ്ങനെ അല്ലേൽ വീട് ഇങ്ങനെ തെറിച്ച് പറിച്ചിങ്ങനെ പോകുന്ന സംഭവം കാണാം. ആഹാ, നമ്മളിങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ നനയും. കൊള്ളാട്ടോ, അടിപൊളിയാട്ടോ സംഭവം. വെറൈറ്റി. മറ്റേ സീകളാണെന്ന് തോന്നുന്നു അല്ലേ? അത് കടൽക്കാക്ക, സീകളൊക്കെ പറന്ന് പോകുന്ന കാണാം. ഇപ്പോഴാണ് നമ്മൾ ഒന്ന് നനഞ്ഞത് കേട്ടോ. അടിപൊളി, നൈസ് സെറ്റ് വൈബ്. എല്ലാവരും ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ മാറി നിൽക്കുകയാണ് കണ്ടില്ലേ. അങ്ങനെ നയാഗ്ര ഫോൾസ് ആണ് ഈ കാണുന്നത്. നോക്കൂ, എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ നയാഗ്ര ഫോൾസ് കാണുക എന്നുള്ളത്. അതെന്തായാലും ഇവിടെ വന്ന് കാണാൻ സാധിച്ചു. പിന്നെ ഇവിടെ ഈ കാണുന്ന ഐലൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിന്ന് ഇതേപോലെ റെയിൻ കോട്ടൊക്കെ ഇട്ട് ഇറങ്ങി ആ ഫോൾസിൻ്റെ താഴെ പോയിട്ട് നനഞ്ഞിട്ടൊക്കെ വരാൻ പറ്റും കേട്ടോ. ഓ, ഇവിടെ ഫുള്ള് നനയിട്ടോ. നമ്മള് നല്ല രീതിയിൽ മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളം വീണോണ്ടിരിക്കുക കേട്ടോ. കാറ്റുണ്ടോ, കാറ്റടിച്ച് മഴ പെയ്യുന്ന പോലെ ഇങ്ങനെ വെള്ളമൊക്കെ വീണ് ആ വെള്ളം വീഴുന്ന സൗണ്ട് ഒക്കെ ആയിട്ട് ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അപ്പോൾ നമ്മുടെ മെയിൻ ആ ഒരു അമേരിക്കൻ സൈഡിലെ ഒരു ഫോൾസ് കണ്ടു. ശരിക്കും ഇതിങ്ങനെ ഈ കാണുന്ന ഒരു ക്ലിഫിന്റെ മേളിൽ നിന്ന് താഴേക്ക് വീഴുന്ന ഒരു ഫോൾസ് ഉണ്ടല്ലേ. അതാണ് സംഭവം. ഭയങ്കര സംഭവമാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര വൈൽഡാണ്. പക്ഷെ ഇതിലും നല്ല അടിപൊളി വെള്ളച്ചാട്ടം നമ്മൾ ഐസ്ലാൻഡിൽ കണ്ടത് കേട്ടോ. ഐസ്ലാൻഡിലെ വെള്ളച്ചാട്ടം വേറെ ലെവലായിരുന്നു. പക്ഷേ കടൽ കാക്കകൾ ഇഷ്ടംപോലെ ഉണ്ട്. ആ ഒരു സീകൾ ഇങ്ങനെ പറക്കുന്ന കാണാം. അവിടെ കാനഡ സൈഡിൽ അവിടെ താഴെ കണ്ടില്ലേ, കണലുകളൊക്കെ പോലെ കുറേ സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അവിടെ കൂടെയൊക്കെ നമുക്കിങ്ങനെ നടന്നു പോകാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. പിന്നെ അതിൻ്റെയൊക്കെ മേളിൽ ആൾക്കാരൊക്കെ ഇങ്ങനെ നിന്ന് ഫോൾസ് കണ്ടുകൊണ്ടിരിക്കുകയാണ്.
കാനഡക്കാർക്ക് ഇങ്ങനെ ഒരറ്റം മുതൽ അങ്ങേറ്റം വരെ നടന്ന് ഫോൾസിന്റെ പല സ്ഥലത്തൂടെ ഇങ്ങനെ ആ ഒരു പാർക്കിലൂടെ നടന്ന് വ്യൂ കാണാൻ സാധിക്കും. അമേരിക്കക്കാർക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു വ്യൂ കാണണമെന്നുണ്ടെങ്കിൽ ശരിക്കും ഒന്നുകിൽ ആ പാലത്തെ കയറുകയോ ഇല്ലെങ്കിൽ ഈ ബോട്ടിൽ കയറി വന്നാൽ മാത്രമേ പറ്റുള്ളൂ. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു വ്യൂ നമുക്കിവിടെ കിട്ടില്ല. അവിടെ ഒരു ടണൽ കണ്ടോ, ടണല്, അവിടെയൊക്കെ നമുക്ക് പോകാൻ പറ്റും. ഇതൊക്കെ കനേഡിയൻ സൈഡിലാണ് അവിടെ ഒരു ടണൽ ഉള്ളത്. ഒന്നും കാണാൻ പറ്റുന്നില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇത് കണ്ടോ, ഇത് ബോട്ട് ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ അവിടെ പോയിട്ട് ഇടിക്കും. ഇത് ഭയങ്കര സംഭവമാണ്, ഗംഭീര പരിപാടിയാണ്. ഒന്നും കാണാൻ പറ്റുന്നില്ല, മൊത്തം വെളുത്തിരിക്കുക. അവിടെ പോയി ഇടിക്കുന്നതാണ്, ഒന്നും കാണത്തില്ല. നോക്കിയേ, ഇതൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണോ. ഇത് പൊളി എന്ന് പറഞ്ഞാൽ ഇത് ഗംഭീരം. ഇത് എങ്ങോട്ടായി പോകുന്നത്? വേർ ഇസ് ഇറ്റ് ഗോയിങ്? ഒരു കണ്ണടയൊക്കെ വെച്ചിട്ട് പറഞ്ഞാൽ എന്നാലേ പറ്റുള്ളൂ. രക്ഷയില്ലോ. ഇത് ഐസ്ലാൻഡ് അല്ല, ഇത് വേറെ തന്നെ സംഭവം. ഇത് ഐസ്ലാൻഡ് ഇങ്ങനെ അല്ല, ഇത് വേറെ തന്നെ പരിപാടിയാ. ഇത് വേറെയാണ് മോനെ. ഇതൊക്കെ വന്നില്ലെങ്കിൽ കണ്ടില്ലെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. എൻ്റെ ഫോണൊക്കെ ഫുള്ള് നനഞ്ഞ്, ഒരു രക്ഷയില്ല. ഇത് വന്ന് കണ്ടില്ല, ഇതൊക്കെ ഭയങ്കര മിസ് ചെയ്യും. ഇത് ഐസ്ലാൻഡ് ഒന്നും അല്ല, ഇത് വേറെ ലെവലാണ്. അത് ഗംഭീര പരിപാടി എന്ന് പറഞ്ഞാൽ ഗംഭീര പരിപാടിയാണ്. ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ മൊത്തം ഇവിടെ നിന്ന് നനയും, അതുപോലെ നനയും എന്ന് പറഞ്ഞാൽ അതുപോലെ നനയും. ഇത് വേറെ തന്നെ സംഭവമാണ്. ഇങ്ങനെ കൊണ്ടുവന്ന് ഇത് എങ്ങോട്ടാണ് കൊണ്ടുവന്നത് ഒരു ഐഡിയ കിട്ടുന്നില്ല. എനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല. അതുപോലെ ഈ സാധനം ഇങ്ങനെ ഭയങ്കര കാറ്റ്, ഭയങ്കര വെള്ളം, അതുപോലെ സംഭവം. ഇതെനിക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റുന്നില്ല മര്യാദയ്ക്ക്. ക്യാമറ തന്നെ ഓഫായി പോവാം. ഇത് നനയാൻ വേണ്ടി ഇവരിവിടെ നിർത്തിയിരിക്കുകയായിരുന്നു ഇത്ര നേരം. അതാണ് പരിപാടി. ആക്ച്വലി ഇതിന് തലയിലെടുത്ത സാധനം ഉണ്ടായിരുന്നു, ഇടാൻ മറന്നുപോയി. തല മൊത്തം കരഞ്ഞു, ഇതിടാൻ മറന്നുപോയി കഴിച്ചു. സാരമില്ല, പോട്ടെ. ഇത് അമേസിംഗ് എന്ന് പറഞ്ഞാൽ അമേസിംഗ്. എന്തൊക്കെയോ പരിപാടികൾ, ഒരു കുന്തം മനസ്സിലായില്ല കഴിച്ചു. അതായത് എൻ്റെ ഫോൺ ഇടയ്ക്കിടയ്ക്ക് ഓഫായി പോയി. ഇത് ഫുള്ള് വെള്ളം വീണിട്ട് ടച്ചൊക്കെ വർക്ക് ചെയ്ത് തന്നെ വർക്ക് ചെയ്ത് മൊത്തത്തിൽ ആ ഒരു പരിപാടിയായിരുന്നു. അതാണ് സംഭവിച്ചത്. ശരിക്കും ആ ഒരു ത്രില്ലിങ് എക്സ്പീരിയൻസ് ആയിരുന്നു. ഫുള്ള് വെള്ളമൊക്കെ വീണ് അടിപൊളിയായി ഒരു ഗംഭീര ഒരു പരിപാടിയായിരുന്നു. ഇങ്ങനെ തലയെല്ലാം കരഞ്ഞു, മറ്റേ സാരി ഇട്ടായിരുന്നു, തല നനയത്തില്ലായിരുന്നു. നാഗര ഫോൾസിലെ ഏറ്റവും മികച്ച ഫോൾസ് എന്ന് പറയുന്നത് കാനഡ ഭാഗത്തുള്ള ആ ഒരു ഫോൾസ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി വരുന്നത് വീണ്ടും കറക്കി കൊണ്ടുപോകുന്നുണ്ട്, വീണ്ടും കറക്കി നമ്മളെ എങ്ങോട്ടേക്ക് കൊണ്ടുപോകാണ്. ബ്രോ, ഞാൻ നേരത്തെ എടുത്ത വീഡിയോയിൽ പകുതി ഇല്ല. ഇത് വെള്ളം വീണ് ഫോണിന്റെ ടച്ച് വർക്ക് ചെയ്ത് ഓഫായി പോയി. ആണോ? ഞാൻ അറിഞ്ഞില്ല. കുഴപ്പമില്ല, അത്യാവശ്യം കിട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതെന്നെ ഇവർ നിർത്തിയത് തിരിച്ചു തന്നെ ചുമ്മാ കറക്കുമല്ലേ ഇവിടെ നിർത്തി കറക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഫോൺ മൊത്തം നനഞ്ഞു, തല മൊത്തം നനഞ്ഞു. ഐഫോണല്ലേ നനയാം, ഐഫോണല്ലേ നനയാം, അമേരിക്ക കണ്ടുപിടുത്തമല്ലേ നനയാം. അതെ, ഇതാണോ നിങ്ങൾ പറഞ്ഞേ ഓവർ ഹൈപ്പ് ആണെന്ന്? ഇത് ഗംഭീര സംഭവമല്ലേ? പിന്നെ ഇത് പൊളിയാണ്. ഇതിന് ഓവർ ഹൈപ്പ് എന്നൊന്നും പറയാൻ പാടില്ല. സസ്പെൻസ് വെച്ചിരുന്നു അങ്ങനെ. അതായത് വലിയ എക്സ്പെക്ടേഷനോട് കൂടി വന്ന് കാണണ്ട എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ചെയ്ത പരിപാടി. അപ്പൊ നമ്മള് തിരിച്ചു പോവാണ്. നമ്മുടെ കനേഡിയൻ സൈഡിനോട് വളരെ ക്ലോസ് ആയിട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ നമ്മൾ തിരിച്ച് നമ്മുടെ മെയ്ഡ് ഓഫ് മിസ്റ്റിന്റെ ആ ഒരു സംഭവത്തേക്ക് എത്തിയിരിക്കുകയാണ്. എന്നാലും ഇവിടെ മിസ്റ്റ് മാത്രമല്ല അടിക്കുന്നത്, വെള്ളം നല്ലപോലെ വീണ് നമ്മൾ നല്ല അടിപൊളിയായിട്ട് നനയും എന്നുള്ളതാണ് ഇതിന്റെ സംഭവം. ഇതിന്റെ താഴെക്കൂടെയും മേളിൽ കൂടെയൊക്കെ ഇറങ്ങാവുന്ന രീതിയിലുള്ള പരിപാടികളുണ്ട്. വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് വളരെ മനോഹരമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു വെള്ളച്ചാട്ടവും പ്രദേശവുമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. വെരി ഓർഗനൈസ്ഡ്, നീറ്റായിട്ടുള്ള ഓർഗനൈസ്ഡ്. അതായത് തട്ടിപ്പോ പരിപാടികളോ സ്കാമോ അങ്ങനത്തെ ഒരു സംഭവങ്ങളും ഇല്ല.
എല്ലാം സുതാര്യമാണ്, വളരെ ഓർഗനൈസ്ഡ് ആയിട്ട് ചെയ്തിരിക്കുന്ന പരിപാടി. വേറെ ഒരു സംഭവങ്ങളുമില്ല. എത്ര വൃത്തിയായിട്ടാണ് എല്ലാവർക്കും സൂക്ഷിച്ചിരിക്കുന്നതും എല്ലാം റിയലി നൈസ്. ടൂറിസ്റ്റുകൾക്ക് എത്ര കംഫർട്ടബിൾ ആക്കി എത്ര സുഖമായിട്ട് ഒരു വെള്ളച്ചാട്ടം കാണാൻ പറ്റുമോ അതിൻ്റെ മാക്സിമം കംഫർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച് മെയ്ഡ് ഓഫ് ദ മിസ്റ്റ്. ഇറ്റ് വാസ് എ വണ്ടർഫുൾ റൈഡ്. അപ്പോൾ തിരിച്ചിറങ്ങുകയാണ് നമ്മൾ ബോട്ടിൽ നിന്നും. താഴെ നിന്നും മേളിൽ നിന്നും എല്ലാം ആളുകൾ ഇറങ്ങുന്നു. ഇനിയിപ്പോൾ ഇത് എവിടെ കൊണ്ടിടണമെന്ന് എനിക്കറിയത്തില്ല. എന്തോരം പ്ലാസ്റ്റിക്കാണ്, പക്ഷേ എന്നാലും എന്തോരം പ്ലാസ്റ്റിക്കാണ് ഇതിനു വേണ്ടി ഇങ്ങനെ സ്പെൻഡ് ചെയ്യുന്നത് അല്ലേ. പക്ഷേ ഇതുണ്ടായിരുന്നുള്ളത് നന്നായില്ല. എന്തായാലും അടിപൊളിയാണ്. ഇതുണ്ടായിട്ട് എൻ്റെ ഉടുപ്പൊക്കെ നനഞ്ഞു പോയി. പോഞ്ചോ എന്നാണ് ഈ സാധനത്തിൻ്റെ പേര്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ. അതിൻ്റെ റീസൈക്ലിംഗ് ഏരിയയാണിത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം. അതായത് സാധാരണ കീറിപ്പോകുന്ന പോലെ ഇതങ്ങനെ കീറിപ്പോകത്തൊന്നുമില്ല. ഭയങ്കര നല്ല ക്വാളിറ്റിയുള്ള സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ കൈ വയ്ക്കാം. ആക്ച്വലി ഇവിടെ അങ്ങോട്ട് സ്റ്റെപ്പൊക്കെ കയറി നമുക്ക് വെള്ളച്ചാട്ടത്തിന് അടുത്ത് വരെ പോകുമായിരുന്നു. പക്ഷേ ദിസ് ഏരിയ ഈസ് ടെമ്പററി ക്ലോസ്ഡ്. നടന്ന് റിനോവേഷൻ ഉണ്ട്, പരിപാടിയൊക്കെ നടക്കുകയാണ്. അപ്പോൾ ബൈ ബൈ കാനഡ, സി യു സൂൺ. ഓക്കെ കാനഡ. ഉടനെ തന്നെ അടുത്ത സമ്മറിനുള്ളിൽ കാനഡയിൽ വരുന്നതായിരിക്കും, അല്ലെങ്കിൽ മേ ബി അടുത്ത സമ്മറിൽ കാനഡയിൽ വരുന്നതായിരിക്കും. കാനഡ ഈസ് ബ്യൂട്ടിഫുൾ അറ്റ് സമ്മർ. തണുപ്പത്ത് എനിക്ക് അങ്ങോട്ട് പോകണ്ട, കാരണം തണുപ്പത്ത് ഞാൻ ട്രാവൽ ചെയ്ത് മടുത്തു. അതുകൊണ്ടാണ് എനിക്ക് തണുപ്പത്ത് പോകണ്ടെന്ന് ഞാൻ പറഞ്ഞത്. സോ ഇനിയിപ്പോൾ നമ്മൾ തിരിച്ച് ഇവിടെ നിന്ന് ഈ കാണുന്ന റെസ്റ്റ് റൂമും കാര്യങ്ങളൊക്കെ ഇതൊക്കെ ഫ്രീ ആണ്, നല്ല നീറ്റാണ്, ക്ലീനാണ്. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ ഈ കാണുന്ന മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റിൻ്റെ മുകളിലേക്ക് കയറി പോകണം, തിരിച്ചു പോകണം. നമ്മുടെ ആ വ്യൂ പോയിന്റിൻ്റെ ടോപ്പിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് കോയിൻ ഇട്ടിട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇവിടെ നമുക്ക് ഒരു ഇതുണ്ട്, അതായത് നമുക്ക് ഇത് കാണാൻ പറ്റുമോ? ചുറ്റുപാടിൻ്റെ ക്ലിയർ വിഷൻ കാണത്തില്ലല്ലോ. പൈസ ഉണ്ടേ ഓട്ടോ, പൈസ ഇടണം. സ്കോട്ടേഴ്സ് പൈസ ഇട്ടിട്ട് 25 സെൻറ്റ് ഇടണം. 25 സെൻറ്റ് ഇട്ടാൽ നമുക്കിത് കാണാൻ പറ്റുള്ളൂ, ഇത് ഓപ്പൺ ആവുള്ളൂ. നമുക്കിത് കാണാൻ വേണ്ടി ഒരു സാധനം കിട്ടിയിട്ടുണ്ട്. സോ ഇവിടെ നിന്ന് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള മറ്റൊരു വ്യൂ നമുക്ക് കിട്ടുന്നതാണ്. ആ ഭാഗത്ത് ഗ്രീൻ ഐലൻഡ്, കോട്ട് ഐലൻഡ്, റോബിൻസൺ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ മേളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അവിടെ ഫോൾസിൻ്റെ വളരെ അടുത്ത് മുകളിൽ നിന്ന് നമുക്ക് ആ വെള്ളം വീഴുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രക്കിങ് പരിപാടികളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആ ഭാഗത്ത് പോകാവുന്നതാണ്. എന്തായാലും സംഭവം പൊളിയാണ്, ഒരു രക്ഷയില്ല. വീണ്ടും ഗുഡ് ബൈ നയാഗ്ര ഫോൾസ്. സോ ലെറ്റ്സ് ഗോ ബാക്ക്. ഇങ്ങനെ പോവാം. സോറി, ഇതിലെ പോകാം ഗായ്സ്. ഇറങ്ങി വരുമ്പോൾ ഇവിടെ മെയ്ഡ് ഓഫ് ദ മിസ്റ്റ് സ്റ്റോർ ഉണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് സുവനീറുകളൊക്കെ വാങ്ങിക്കാം. നയാഗ്ര ഫോൾസിൻ്റെ തൊപ്പി, ഹൂഡീസ്, ടീഷർട്ട്, ചാവി, കീ ചെയിൻ, മാഗ്നറ്റ്, അങ്ങനെ പല പല സംഭവങ്ങൾ ഇവിടെ കിട്ടുന്നതാണ്. നമ്മൾ ഇന്നലെ രാത്രിയിൽ മറ്റേ വെടിക്കെട്ട് കാണാനായിട്ട് നമ്മൾ ഇവിടെയാണ് വന്നത്. എവിടെയോ വന്ന് നിന്നാണ് നമ്മൾ ആക്ച്വലി വെടിക്കെട്ട് കണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ഫോൾസിൻ്റെ മുകൾ ഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെയൊക്കെ ഗാർഡനിലൊക്കെ ആൾക്കാരൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് കാണാൻ സാധിക്കും. പ്ലസ് നമുക്ക് ആ ഒരു ഫോൾസിൻ്റെ മനോഹരമായിട്ടുള്ള ഒരു ടോപ്പ് വ്യൂ നമുക്കിവിടെ നിന്ന് കാണാം. അപ്പോൾ ഇവിടെ വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് എത്രത്തോളം ഫാസ്റ്റായിട്ടാണ് ഇവിടെ ഈ വെള്ളം ഒഴുകുന്നതെന്നുള്ളത്. എന്നാലോചിക്കുക, അത്ര ഫാസ്റ്റായിട്ടാണ് ഈ വെള്ളം ഇവിടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇത് ശരിക്കും നയാഗ്ര സ്റ്റേറ്റ് പാർക്ക് എന്ന് പറഞ്ഞുകൊണ്ടൊരു പാർക്കാണ്. അപ്പോൾ ഈ ഒരു പാർക്കിൽ ഇങ്ങനെ നമുക്ക് ഈ ഒരു വെള്ളം ഒഴുകി വരുന്ന ഈ ഒരു സ്ഥലത്തൂടെ നമുക്കിങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ വലിയ ഒരു ട്രെയിൽ വാക്കൊക്കെ ഉണ്ട്. നമുക്ക് എത്ര വേണേലും ഇങ്ങനെ നടന്നൊക്കെ പോകാൻ സാധിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ പാലങ്ങളുണ്ട്. നമ്മൾ നേരത്തെ കണ്ട മറ്റേ ഐലൻഡിലേക്കൊക്കെ ഇവിടെ നിന്ന് നടന്നൊക്കെ പോകാൻ പറ്റും. ശരിക്കും വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം ഫുൾ ഇവിടെ നടന്ന് എക്സ്പീരിയൻസ് ചെയ്ത് കാണാൻ പറ്റുന്ന ഒരു ഏരിയ ആണിത്. അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ ആ ഐലൻഡിൽ പോയിട്ട് താഴേക്ക് ഇറങ്ങിപ്പോവാം. സമയമില്ലല്ലോ, വീടുണ്ട്. അതിങ്ങനെ നടന്നങ്ങ് പോവാം. ഈ നടക്കാൻ താല്പര്യമുള്ള ആളുകൾക്ക് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളൊക്കെയാണ് അങ്ങോട്ട്. ഒരു ദിവസം കൂടെ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് നടപടി ആവില്ല. എനിക്ക് നാട്ടിൽ പോകണം, അല്ല അവർ ഫ്ലൈറ്റ് ഡിലേ ആക്കണം. നമ്മൾ പോയിട്ട് തിരിച്ചു വരും. നാട്ടിൽ പോയിട്ട് എനിക്ക് കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട്. പായൊക്കെ കൊണ്ടുവന്ന് പാർക്കിലിട്ട് വിരിച്ച് അവർ ഫാമിലി ആയിട്ട് റെസ്റ്റ് എടുക്കുകയാണ്. ചില സമയത്ത് ആൾക്കാരിന്ന് ഫുഡ് കഴിക്കുന്നത് കാണാൻ പറ്റും. എന്തായാലും സംഭവം പൊളിയാണ് ബ്രോ. നയാഗ്ര ഈസ് സൂപ്പർ ബ്രോ. നയാഗ്ര അത് ഗംഭീര സെറ്റപ്പാണ്. ആ ബോട്ടിൽ കയറി പോകണം. ആ ബോട്ടിൽ കയറി പോയില്ലെങ്കിൽ യു ആർ മിസ്സിങ് ദ ഗ്രേറ്റസ്റ്റ് പാർട്ട് ഓഫ് നയാഗ്ര ഇഫ് യു ആർ കമ്മിങ് ഫ്രം യുവർ സൈഡ്. കാനഡ സൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നിന്ന് കാണാം. സോ എന്തായാലും അമേരിക്കയിൽ വന്നു, നയാഗ്ര കണ്ടു. ഇനി നമുക്ക് കാനഡയിൽ പോയിട്ട് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ നയാഗ്ര കാണാം. വെള്ളച്ചാട്ടം കണ്ട് ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് തിരിച്ച് നടന്നു വന്ന് വെള്ളം വാങ്ങിച്ചു കുടിച്ചപ്പം വെള്ളത്തിന് വരെ വളരെ ടേസ്റ്റ്, സുരക്ഷയില്ല, അടിപൊളി വെള്ളം. നയാഗ്ര ഫോൾസിൻ്റെ ഒരു സുവനീർ വാങ്ങിച്ചത് കണ്ടു. നയാഗ്രയിലെ വെള്ളമാണോ ഇത്? അല്ല, ചൈനയിലെ ഏതെങ്കിലും ഫാക്ടറിയിലെ വെള്ളമായിരിക്കും. മെയ്ഡ് ഇൻ ചൈന ആയിരിക്കുമല്ലോ. അത് തന്നെ, മെയ്ഡ് ഇൻ ചൈന. ചൈനയിലെ ഏതോ ഒരു ഫാക്ടറിയിലെ വെള്ളവും അതിനകത്ത് മറ്റേ നമ്മൾ കയറിയ പോലത്തെ ഒരു ബോട്ടും വെച്ചിട്ടുള്ള നയാഗ്ര ഫോൾസിൻ്റെ ഒരു മാഗ്നറ്റാണ് ഈ കാണുന്നത്, ഒരു സുവനീർ. എവിടെ പോയാലും മെയ്ഡ് ഇൻ ചൈന, മെയ്ഡ് ഇൻ ചൈന.